ഹലോ ട്രെയിനീസ്, ഇന്നത്തെ വീഡിയോസിൻ്റെ ലക്ഷ്യങ്ങൾ ഇവയാണ്. മെഷറിംഗ് ടൂൾസിൻ്റെ ഉപയോഗം തിരിച്ചറിയാം. മാർക്കിംഗ് ടൂൾസ് തിരിച്ചറിഞ്ഞ് ഉപയോഗം മനസ്സിലാക്കാം. ലെറ്റ്സ് സ്റ്റാർട്ട്. പ്രവർത്തനത്തിന്റെ സ്ഥാനം സൂചിപ്പിക്കാനും പ്രവർത്തനങ്ങളുടെ ക്രമത്തിൽ മാർഗനിർദ്ദേശം നൽകാനും അടയാളപ്പെടുത്തൽ അല്ലെങ്കിൽ ലേഔട്ട് നടത്തുന്നു. അടയാളപ്പെടുത്തൽ പെൻസിൽ അല്ലെങ്കിൽ സ്ക്രൈബർ മുതലായവ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. കാർപ്പൻറ്റേഴ്സ് പെൻസിൽ. കാർപ്പൻറ്റേഴ്സ് പെൻസിൽ സാധാരണയായി ഒരു ഓവൽ ക്രോസ് സെക്ഷനാണ്. ഉളി കൊണ്ട് മൂർച്ച കൂട്ടുന്നു. പെൻസിൽ കൃത്യമായ ജോലിക്ക് ഉപയോഗിക്കുന്നില്ല. HB, H, F എന്നീ അനുയോജ്യമായ ഹാർഡ്നെസ്സുള്ള പെൻസിൽ. ഒരറ്റത്ത് ഒരു ബിന്ദുവിലേക്കും മറ്റേ അറ്റത്ത് മൂർച്ചയുള്ള ബ്ലേഡിലേക്കും രൂപപ്പെടുത്തിയ ഉരുക്കുകൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു വെർട്ടിക്കൽ ഷോൾഡർ കട്ട് ചെയ്യാൻ ഒരു സോ അല്ലെങ്കിൽ ഉളി ഉപയോഗിച്ച് മുറിക്കേണ്ട കട്ട് ലൈനുകൾ അടയാളപ്പെടുത്തുന്നതിന് ബ്ലേഡ് അല്ലെങ്കിൽ കത്തി ഉപയോഗിക്കുന്നു. ദൂരം, വരികൾ അടയാളപ്പെടുത്തുന്നതിന് പോയിന്റ് ഉപയോഗിക്കുന്നു. സ്റ്റീൽ സ്ക്രൈബർ. ഒരു സ്റ്റീൽ സ്ക്രൈബർ അതിന്റെ പോയിന്റിൽ മൂർച്ചയുള്ളതായിരിക്കും. ഒരു ഉളി അല്ലെങ്കിൽ ഒരു സോക്കറ്റ് ഉണ്ടാക്കുന്ന വരികൾ അടയാളപ്പെടുത്താൻ ഇത് ഉപയോഗിക്കുന്നു. സ്ക്രൈബർ ഒരു ഔളായി ഉപയോഗിക്കരുത്. ഹാൻഡിൽ ചുറ്റിക കൊണ്ട് അടിക്കരുത്. മാർക്കിംഗ് ഗേജ്. ഫേസിനും എഡ്ജിനും സമാന്തരമായ വരികൾ അടയാളപ്പെടുത്തുന്നതിന്, ഉദാഹരണം വീതിയും കനവും അളക്കുന്നതിന് മാർക്കിംഗ് ഗേജ് ഉപയോഗിക്കുന്നു. ഗേജിൽ ചതുരമരം ബാർ അല്ലെങ്കിൽ ബീം എന്നിവ അടങ്ങിയിരിക്കുന്നു. അതിൽ തടി ബ്ലോക്കോ സ്റ്റോക്കോ സ്ലൈഡ് ചെയ്യുന്നു. ഒരു തം സ്ക്രൂ ഉപയോഗിച്ച് ആവശ്യമായ ഏതളവിലും ഈ ബ്ലോക്ക് ഉറപ്പിക്കാവുന്നതാണ്. സ്ക്രൂ അഴിച്ച് ഗേജ് സജ്ജീകരിക്കുകയും സ്പെറിൽ നിന്ന് ആവശ്യമുള്ള ദൂരത്തേക്ക് സ്റ്റോക്ക് മാറ്റുകയും ചെയ്യുന്നു. ഒരു റൂളർ വെച്ചാണ് അളവെടുക്കുന്നത്. സജ്ജീകരിച്ചതിന് ശേഷം സ്റ്റോക്ക് അളക്കുമ്പോൾ സ്ക്രൂ മുറുകുന്നു. സ്റ്റോക്ക് മരത്തിന് നേരെ മുറുകെ പിടിക്കുകയും മുന്നോട്ട് ദിശയിലേക്ക് തള്ളുകയും ചെയ്യുന്നു. മോർട്ടൈസ് ഗേജ്. ഒരു മോർട്ടൈസ് ഗേജ് ഒരു മേക്കിംഗ് ഗേജിന് സമാനമാണ്. എന്നാൽ 2 സ്പെറുകളാണ് ഉള്ളത്. 2 സ്പെറുകളും വ്യത്യസ്ത അകലങ്ങളിൽ അകലുകയും ഒരു സമയം 2 സമാന്തര രേഖകൾ അടയാളപ്പെടുത്തുകയും ചെയ്യാം. ഇത് കട്ടിയുള്ള മരം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ബീമിന്റെ അറ്റത്ത് ഒരു അഡ്ജസ്റ്റ് സ്ക്രൂ ഉണ്ട്. സ്ക്രൂ സ്പെറുകളിലൊന്ന് മുകളിലേക്കും താഴേക്കും അല്ലെങ്കിൽ ആവശ്യമുള്ളതുപോലെ നീക്കുന്നു. സാധാരണ മാർക്കിംഗ് ഗേജ് ഇല്ലാത്തതിനാൽ ബീമിന്റെ മറുവശത്ത് ഒരൊറ്റ പോയിന്റ് ഘടിപ്പിച്ചിരിക്കുന്നു. മോർട്ടൈസുകളും ടെനോണുകളും അടയാളപ്പെടുത്തുന്നതിനും സമാന സന്ധികൾ സമാന്തര രേഖകൾ ഉപയോഗിക്കുന്നതിനും ഗേജ് ഉപയോഗിക്കുന്നു. കട്ടിംഗ് ഗേജ്. സ്റ്റമ്മിന്റെ അറ്റത്ത് ഒരു വെഡ്ജ് ഉപയോഗിച്ച് കത്തി ഉറപ്പിച്ചിരിക്കുന്നു. വെഡ്ജ് അഴിക്കുന്നതിലൂടെ കത്തിയുടെ നീളം കൂടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. വിശാലമായ പലകകളിൽ ഈ ഗേജ് ഉപയോഗിച്ച് അടയാളങ്ങൾ അടയാളപ്പെടുത്താം. ഗ്രോവുകൾ, റിബേറ്റുകൾ, ഡവ്ഡെയിലുകൾ എന്നിവ നിർമ്മിക്കുന്നതിന് ഈ കട്ടിംഗ് ഗേജ് ഉപയോഗിച്ച് ആഴത്തിൽ അടയാളങ്ങൾ രേഖപ്പെടുത്താം. 3 മില്ലിമീറ്റർ വരെ കട്ടിയുള്ള തടിയുടെയും പ്ലൈവുഡിന്റെയും നേർത്ത സ്ട്രിപ്പുകൾ മുറിക്കാൻ കഴിയും. പാനൽ ഗേജ്. ഇത് ഒറ്റ മാർക്കിംഗ് ഗേജ് പോലെയാണ്, പക്ഷേ തണ്ടും സ്റ്റോക്കും നീളമുള്ളതാണ്. സ്റ്റെമ്മിന്റെ നീളം 450 മില്ലിമീറ്റർ ആണ്. 150 മില്ലിമീറ്ററിൽ കൂടുതൽ നീളമുള്ള പലകകളിൽ പാനൽ ഗേജ് ഉപയോഗിച്ച് സ്ക്രൈബിംഗ് മാർക്കുകൾ നിർമ്മിക്കുന്നു. ട്രാമൽ പോയിന്റുകൾ. വലിയ സർക്കിളുകളും ആർക്കുകളും സ്ഥാപിക്കുന്നതിന് ട്രാമൽ പോയിന്റുകൾ ഉപയോഗിക്കുന്നു. 2 സ്ലൈഡിംഗ് പോയിന്റുകൾ ഒരു തടി ബാറ്റണിലോ സ്റ്റീൽ വടിയിലോ പരസ്പരം ആവശ്യമുള്ള ദൂരത്തിൽ മുറുക്കിയ സ്ക്രൂ തിരിക്കുന്നതിലൂടെ ഉറപ്പിച്ചിരിക്കുന്നു. പോയിന്റ് ബാറ്റൺ അല്ലെങ്കിൽ സ്റ്റീൽ റോഡിൽ ഉറപ്പിച്ചിരിക്കുന്നു. ചിലപ്പോൾ പോയിന്റുകളിലൊന്നിൽ പെൻസിൽ ലീഡ് ഉപയോഗിച്ച് മാറ്റി സ്ഥാപിക്കാം. വിങ് കോമ്പസ്. സ്റ്റീൽ കൊണ്ട് നിർമ്മിച്ച ഒരു ജോഡി ഡിവൈഡറുകൾ അഥവാ കാലുകൾ ഉൾക്കൊള്ളുന്നു. കാലുകൾ പോയിന്റുകളിലേക്ക് മൂർച്ച കൂട്ടുകയും മുകളിൽ അവ റിവേറ്റ് ചെയ്യുകയോ സ്ക്രൂ ചെയ്യുകയോ ചെയ്യുന്നു. ഒരു സെറ്റ് സ്ക്രൂ ഉപയോഗിച്ച് അവ ആവശ്യമുള്ള ആരത്തിൽ ഉറപ്പിച്ചിരിക്കുന്നു. ഉപയോഗങ്ങൾ: സർക്കിളുകളുടെ ആർക്കുകൾ സജ്ജീകരിക്കുന്നതിന്, സ്റ്റീൽ റൂളിൽ നിന്ന് ജോബിലേക്ക് അളവ് കൈമാറാൻ, വളവുകൾ അടയാളപ്പെടുത്താൻ. റൂളർ അഥവാ സ്റ്റീൽ റൂൾ. ലൈനിന്റെ നീളം അളക്കാനും വരകൾ വരയ്ക്കാനും ഇത് ഉപയോഗിക്കുന്നു. കൊളാപ്സിബിൾ വുഡ് വർക്ക് ടെക്നീഷ്യൻസ് റൂൾ. ഇതിനെ സിക്സാഗ് റൂൾ എന്നും വിളിക്കുന്നു. അതിൽ 10 കഷ്ണങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഓരോന്നും പരസ്പരം അയഞ്ഞതാണ്. ഓരോ കഷ്ണത്തിനും 10 സെന്റിമീറ്റർ നീളവും ആകെ നീളം 1 മീറ്ററുമാണ്. ഈ റൂളർ ഉപയോഗിച്ച് കൂടുതൽ ദൂരം അളക്കാൻ കഴിയും. ചില സമയങ്ങളിൽ മറുവശത്ത്
ബ്രിട്ടീഷ് സിസ്റ്റം അളവുകൾ അടങ്ങിയിരിക്കുന്നു. ഫോൾഡിംഗ് റൂൾ, ഇതിനെ ഫൂട്ട് റൂൾ എന്നും വിളിക്കുന്നു. ഇതിന് 6 ഇഞ്ച് അല്ലെങ്കിൽ 150 മില്ലിമീറ്റർ നീളമുള്ള 4 മടക്കുകളുണ്ട്. ഇതൊരു പ്ലാസ്റ്റിക് അല്ലെങ്കിൽ മെറ്റാലിക് ഹിഞ്ചിൽ ചേർന്നിരിക്കുന്നു. അളവെടുത്ത ശേഷം സ്കെയിൽ മടക്കി പൊടിയിൽ നിന്ന് മുക്തമാക്കുക. ഇത് എളുപ്പത്തിൽ പാക്കറ്റുകളിൽ കൊണ്ടുപോകുന്നു. തേയ്മാനം ഒഴിവാക്കാൻ ഈ റൂളിന്റെ അവസാനം മെറ്റൽ ക്ലിപ്പ് നൽകിയിരിക്കുന്നു. ടേപ്പ് മെഷർമെന്റ് റൂൾ, ദൈർഘ്യമേറിയ അളവുകൾക്കായി ടേപ്പ് അളവുകൾ ഉപയോഗിക്കുന്നു. ടേപ്പ് ഉരുക്കുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് മോടിയുള്ളതും കൃത്യവുമാണ്. ഉപയോഗിക്കാത്തപ്പോൾ ടേപ്പ് ബോക്സിൽ സൂക്ഷിക്കണം. ഡിവിഷനുകൾ സെന്റിമീറ്ററിലോ ഇഞ്ചിലോ നിർമ്മിക്കുന്നു. ടേപ്പ് അളവിന് അകത്തും പുറത്തും അളക്കാൻ ഒരു സ്ലൈഡിംഗ് എൻഡ് പീസ് ഉണ്ട്. കോമ്പിനേഷൻ സെറ്റ്, ലേഔട്ട് വർക്ക്, അളക്കൽ, കോണുകളുടെ പരിശോധന എന്നിങ്ങനെ വ്യത്യസ്ത തരം ജോലികൾക്കായി കോമ്പിനേഷൻ സെറ്റുകൾ ഉപയോഗിക്കാം. കോമ്പിനേഷൻ സെറ്റിന് പ്രൊട്രാക്ടർ ഹെഡ്, സ്ക്വയർ ഹെഡ്, സെന്റർ ഹെഡ്, റൂൾ എന്നിവയുണ്ട്. പ്രൊട്രാക്ടർ ഹെഡ്, പ്രൊട്രാക്ടർ ഹെഡ് കറക്കി ആവശ്യമായ കോണിലേക്ക് സജ്ജമാക്കാം. പ്രൊട്രാക്ടർ ഹെഡ് ഒരു ഡിഗ്രിയുടെ കൃത്യതയ്ക്കുള്ളിൽ കോണുകൾ അടയാളപ്പെടുത്തുന്നതിനും അളക്കുന്നതിനും ഉപയോഗിക്കുന്നു. ഇതിൽ ഘടിപ്പിച്ചിരിക്കുന്ന സ്പിരിറ്റ് ലെവൽ ഒരു ഹൊറിസോണ്ടൽ തലത്തിൽ ജോലികൾ ക്രമീകരിക്കുന്നതിന് ഉപയോഗപ്രദമാണ്. സ്ക്വയർ ഹെഡ്, ചതുരാകൃതിയിലുള്ള ഹെഡിന് 90 ഡിഗ്രിയിലും മറ്റൊന്ന് 45 ഡിഗ്രിയിലും അളക്കുന്ന ഒരു മുഖമുണ്ട്. 90 ഡിഗ്രി, 45 ഡിഗ്രി കോണുകൾ അടയാളപ്പെടുത്താനും പരിശോധിക്കാനും ഇവ ഉപയോഗിക്കുന്നു. മെഷീനുകളിൽ വർക്ക് പീസ് സജ്ജീകരിക്കാനും സ്ലോട്ടുകളുടെ ആഴം അളക്കാനും ഇത് ഉപയോഗിക്കാം. സെന്റർ ഹെഡ്, സിലിണ്ടർ ജോലികളുടെ കേന്ദ്രം കണ്ടെത്തുന്നതിന് ഇത് റൂളറിനൊപ്പം ഉപയോഗിക്കുന്നു. കാലിപ്പറുകൾ, സ്റ്റീൽ റൂളിൽ നിന്ന് വസ്തുക്കളിലേക്കും തിരിച്ചും അളവുകൾ കൈമാറാൻ ഉപയോഗിക്കുന്ന ലളിതമായ അളക്കൽ ഉപകരണങ്ങളാണ് കാലിപ്പറുകൾ. സന്ധിയുടെ തരത്തെയും കാലിന്റെ ആകൃതിയെയും ആശ്രയിച്ച് കാലിപ്പറുകൾ വ്യത്യസ്ത തരത്തിലാണ്. ജോയിന്റ് ടൈപ്പുകൾ, സാധാരണയായി ഉപയോഗിക്കുന്ന കാലിപ്പറുകൾ ഉറച്ച ജോയിന്റ് കാലിപ്പറുകളും സ്പ്രിംഗ് ജോയിന്റ് കാലിപ്പറുകളുമാണ്. റീക്യാപ്പ്, ഈ വീഡിയോ വുഡ് വർക്ക് ടെക്നീഷ്യൻസ് പെൻസിൽസ്, മാർക്കിംഗ് നൈഫ്, സ്റ്റീൽ സ്ക്രൈബർ, മാർക്കിംഗ് ഗേജ്, മോർട്ടീസ് ഗേജ്, കട്ടിംഗ് ഗേജ്, ട്രാമൽ പോയിന്റ്സ്, വിങ് കമ്പാസ്, റൂളേഴ്സ്, ടേപ്പ് മെഷർമെൻറ്റ് റൂൾ ആൻഡ് കോമ്പിനേഷൻ സെറ്റ്സ്, ഇപ്പോൾ അറിഞ്ഞ ടൂൾസ്, ലേഔട്ട്, മെഷർമെൻറ്റ്, ആംഗിൾ ചെക്കിംഗ് എന്നിവ പ്രവർത്തനങ്ങൾ ഉപയോഗിച്ച് ശരിയായ വുഡ് വർക്കിങ്ങിനായി ഉപയോഗപ്പെടുത്താം. ഈ സെഷൻ ഫലപ്രദമായി ടൂൾസ് ഉപയോഗിക്കാൻ, അതായത് പെൻസിൽ ഹാർഡ്നെസ്, സെലക്ഷൻ, ഷാർപ്പനിങ് ടെക്നിക്സ് ആൻഡ് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ്, അതായത് മാർക്കിംഗ് മോർട്ടിസസ്, സ്ക്രൈബിംഗ് ലൈൻസ്, മെഷറിംഗ് ആംഗിൾസ് എന്നിവയെ മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ഈ വീഡിയോയിൽ പഠിപ്പിച്ചതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.